മഴക്കാലം കഴിഞ്ഞു, മഞ്ഞുകാലം കഴിഞ്ഞു, ചൂടുകാലം തുടങ്ങി. പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിലോ ആ വീട്ടിൽ നല്ല ചൂടാണ്, പരീക്ഷ ചൂട്. കുട്ടികൾ പരീക്ഷ എന്നുള്ള ആ സംഗതി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതോർത്ത് കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളും സ്കൂളിൽ അധ്യാപകരും ഒരുപോലെ ആശങ്കയിലാണ്. ഈ പരീക്ഷാ പേടി എല്ലാ വിധത്തിലും കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ആശങ്കയിലാക്കുന്നു. അതിന് കാരണം എന്താണ്? വരാനിരിക്കുന്ന പരീക്ഷയിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് മികച്ച മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുക? കുട്ടികൾക്കാണെങ്കിലോ പഠിച്ച കാര്യങ്ങൾ പോലും പരീക്ഷ എഴുതുമ്പോൾ മറന്നു പോകുന്നു. ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്താനാവുന്നില്ല. അത് കുട്ടികളുടെ പ്രശ്നമാണ്. രക്ഷിതാക്കൾ പറയുന്നത്, തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഇത്ര മാർക്ക് വാങ്ങിച്ച് അവന് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് പഠിക്കാനാവാത്തത്? രണ്ട് കുട്ടികളുണ്ടെങ്കിൽ മൂത്ത ആൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് അതിന് സാധിക്കുന്നില്ല? ഇന്ന് കൺസൾട്ടേഷൻ വന്ന ഒരു കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത്, മൂത്ത കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും ഒരേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. മൂത്ത കുട്ടിയേക്കാൾ രണ്ടാമത്തെ കുട്ടി മിടുക്കനാണ് താനും. പക്ഷേ പരീക്ഷയിൽ മൂത്ത കുട്ടിയുടെ അത്രയും അവന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. കുട്ടിയെ സംബന്ധിച്ച് അമ്മയും അച്ഛനും എല്ലായ്പ്പോഴും തൻ്റെ ചേച്ചിയെ കമ്പയർ ചെയ്യുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സർ, ഞാൻ വേറെ, എൻ്റെ ചേച്ചി വേറെയല്ലേ? എനിക്ക് എൻ്റെതായ കഴിവുകളുണ്ട്, അത് എൻ്റെ രക്ഷിതാക്കൾ അംഗീകരിക്കുന്നില്ല. അത് കുഞ്ഞിൻ്റെ പ്രശ്നമാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ് അവർ പാഠ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തതും പാഠ്യേതര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതും. അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കുട്ടികൾ പറയുന്നതാണോ, രക്ഷിതാക്കൾ പറയുന്നതാണോ, അധ്യാപകർ പറയുന്നതാണോ ശരി എന്നതിലല്ല, മറിച്ച് ഇവർ പറയുന്നതിലെല്ലാം ശരിയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് മികച്ച രീതിയിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തണമെങ്കിൽ അവർക്ക് ആശങ്കകളില്ലാതെ, ആങ്സൈറ്റി ഇല്ലാതെ, ഭയമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ? ആ മാർഗങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നാം പഠിച്ച വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. എന്താണ് പരീക്ഷയിൽ ചോദിക്കുന്നത്? ഈ അധ്യയന വർഷം സ്കൂളിൽ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ച ആ കാര്യങ്ങളാണ് പരീക്ഷയിൽ നാം ഉത്തരമായി എഴുതേണ്ടത്. പരീക്ഷ എന്നുള്ളത് നമുക്ക് പാഠ്യപദ്ധതിയിൽ നിന്നും എത്രത്തോളം നാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ അറിയാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. പരീക്ഷ എന്നുള്ളത് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അതല്ലാതെ പരീക്ഷ എന്നത് നമ്മളെ തളർത്താനോ നമ്മളെ എന്നേക്കുമായി പരാജയപ്പെടുത്താനോ ഉള്ളതല്ല എന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, പരീക്ഷ എന്നുള്ളത് അവസാന സമയത്തേക്ക് മാറ്റിവെച്ച് അവസാന നിമിഷങ്ങളിൽ പുസ്തകങ്ങൾ എടുത്ത് പഠിക്കാനിരുന്നാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് എന്ത് വേണം? കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞ ഇത്രയും സമയം പോയി, അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പരീക്ഷ വരെയുള്ള ആ സമയത്തെ കൃത്യമായി നാം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പരീക്ഷയിൽ നമുക്ക് മികച്ച മാർക്ക് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നാം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതും ഒരു പരിധിവരെ മനസ്സിലാകുന്നതും തീരെ മനസ്സിലാകാത്തതുമായിട്ടുള്ള വിഷയങ്ങളെ തരംതിരിച്ച് അതിനെ പ്രത്യേകം നാം ഓരോ കളറായിട്ട് നാം മാറ്റേണ്ടതുണ്ട്. സിഗ്നൽ അടിസ്ഥാനത്തിൽ മാറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതിനെ പച്ച ഗ്രൂപ്പിലേക്കും, ഒരു പരിധിവരെ മനസ്സിലാവുന്നതിനെ മഞ്ഞ ഗ്രൂപ്പിലേക്കും, തീരെ മനസ്സിലാകാത്തതിനെ ചുവപ്പ് ഗ്രൂപ്പിലേക്കും നാം തരംതിരിക്കുക. പച്ച എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അതിന് ഇവിടെ അങ്ങോട്ട് കുറച്ച് സമയം മാത്രം അതിന് മാറ്റിവെക്കുക. അതിനെ കോൺഫിഡൻസോടുകൂടി അത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളുക. നമുക്കൊരു പരിധിവരെ മനസ്സിലാകുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സമയം മാറ്റിവെക്കുക. മഞ്ഞയെ പച്ചയാക്കുന്നതിന് നാം ശ്രദ്ധ ചെലുത്തുക. വളരെ ബുദ്ധിമുട്ടുള്ള ചുവപ്പിനെ മഞ്ഞയാക്കുന്നതിൽ നാം ശ്രദ്ധ ചെലുത്തുക. ഇത്തരത്തിൽ നാം നമ്മുടെ പാഠ്യ പദ്ധതികളെ തരംതിരിച്ച് ഇനിയുള്ള സമയത്തെ കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനായി സ്ഥിരമായി നാം ധ്യാനം ചെയ്യുക. മെഡിറ്റേഷനിലൂടെ നമുക്ക് ഏകാഗ്രത കൂട്ടാനും മനസ്സിലേക്ക് കടന്നു വരുന്ന അനാവശ്യ ചിന്തകളെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഡീപ് ബ്രീത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഡീപ് ബ്രീത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ആങ്സൈറ്റി,
അമിതമായ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്നിവയെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായും പരീക്ഷയെ മികച്ച രീതിയിൽ നമുക്ക് നേരിടാനും മികച്ച വിജയം കൈകാര്യം ചെയ്യാനും സാധിക്കും. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും അറിയണമെന്നുണ്ടാവും. അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ഈ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം തന്നെ മൈൻഡ് മാസ്റ്ററി സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടും.